ഭക്തർ കാശിക്ക് തുല്യമായി കാണുന്ന തിരുപ്പൂരിലെ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. കോയമ്പത്തൂർ ചെന്നൈ ദേശീയപാതയ്ക്ക് അരികിലാണ് അവിനാശി ക്ഷേത്രം. കോയമ്പത്തൂരിൽ നിന്ന് 40 കിലോമീറ്റർ, തിരുപ്പൂരിൽ നിന്ന് 14 കിലോമീറ്റർ. അവിനാശി ബസ് സ്റ്റോപ്പിൽ നിന്ന് കാൽനടയായി എത്താവുന്ന ദൂരത്താണ് ക്ഷേത്രം. ചെറിയ ടൗൺ ആയതുകൊണ്ട് തന്നെ താമസ സൗകര്യം കുറവാണ്. കോയമ്പത്തൂരോ തിരുപ്പൂരോ താമസിച്ചു വന്നു പോകുന്നതാണ് ഉചിതം. 1000 വർഷം നീണ്ട ശ്രീ പാർവതിയുടെ തപസ്സിൻ്റെ കാഠിന്യം കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ ദേവിക്ക് തൻ്റെ വലതുവശത്ത് കുടികൊള്ളാൻ അനുമതി നൽകി. കരുണാംബികയ്ക്ക് മറ്റൊരു കോവിലും കൂടി ഉണ്ടായി. പാതിരാ മരത്തിന് കീഴിലായാണ് ദേവി തപം ചെയ്തത്. ഭഗവാനോടുള്ള ഭക്തിയിൽ ആ പാതിരി മരം ബ്രഹ്മോത്സവ കാലത്ത് മാത്രം പൂക്കാറുമുണ്ട്. കരുണാംബികയുടെ കോവിലിൽ തൊഴുത് കുങ്കുമം നെറ്റിയിലണിഞ്ഞ് മുന്നോട്ട് നീങ്ങി. 2000 വർഷത്തിലധികം പഴക്കമുള്ള കല്ലെഴുത്തുകളിൽ ക്ഷേത്രത്തിൻ്റെ സ്വത്തിനെക്കുറിച്ചും അഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ മുടങ്ങാതിരിക്കാൻ ആരെയൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രദക്ഷിണം കഴിഞ്ഞെത്തിയത് വിവാഹത്തിന് മുന്നിലേക്കാണ്. വരനും വധുവിനും പ്രായം ഏറെയുണ്ട്. പട്ടുസാരിയും പൂമാലയും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ തിരക്കിനിടയിൽ സുബ്രാമ്മ ഗുരുക്കൾ അവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിനെക്കുറിച്ച് പറഞ്ഞു. 60-ാം വയസ്സിൽ ഐശ്വര്യത്തിനും ദീർഘായുസിനും വേണ്ടി വീണ്ടും വിവാഹം കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ദമ്പതിമാർ വീണ്ടും വിവാഹിതരാകും. ഇതിന് സാക്ഷിയായി മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടാകും. എല്ലാ ദോഷങ്ങളും അകറ്റാനുള്ള പ്രാർത്ഥനയോടെ വീണ്ടും വിവാഹമാല്യം അണിയുന്ന വലിയ ആഘോഷം. ചിത്രമാസത്തിലെ പൂരം നാളിലാണ് പ്രശസ്തമായ തേര്. തമിഴ്നാട്ടിലെ തേരുകളിൽ ഉയരത്തിൽ 3ാമത്തേതാണ് അവിനാശിയുടെ തേര്. 110 അടി ഉയരമുണ്ട്. 1190-ൽ ആ തേരിന് തീ പിടിച്ചെങ്കിലും അതേ ഉയരത്തിൽ മറ്റൊരു തേര് ഭക്തർ ഉണ്ടാക്കി. തേരിൻ്റെ കഥ കേട്ട് ഗോപുരത്തിനരികിൽ ഇരിക്കുമ്പോഴാണ് മലയാളം കേട്ടത്. തമിഴ്നാട്ടിലെ ഏതു ക്ഷേത്രത്തിൽ പോയാലും ഒരു മലയാളിയെയെങ്കിലും കാണാൻ സാധിക്കും എന്നും മനസ്സിലായി. കരുണ തേടി എത്തുന്ന ഭക്തരെ അവിനാശി അപ്പനും കരുണാംബികയും കൈവിടില്ല. ഒരുപാട് മലയാളികളും ഇവിടെ എത്തുന്നു. ബ്രഹ്മാവിന് വരെ ശാപമോക്ഷം നൽകിയ സ്ഥലം എന്ന് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ അകറ്റാൻ ഒരുപാട് ഭക്തർ എത്തുന്നുണ്ട്. ആകാശം തൊട്ട ആൽമരമാണ് ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത്. മകരമഞ്ഞിൽ വിറയ്ക്കുന്ന ആലിലകൾ ഈറനൊടുത്ത് അവിനാശിയപ്പനെ സ്തുതിച്ചുകൊണ്ട് ഇളകിക്കൊണ്ടേയിരുന്നു. ആൽമരച്ചുവട്ടിലേക്ക് കാലെടുത്തു വച്ചപ്പോഴേ തീരത്തണിഞ്ഞ നെറുകയിൽ തൊട്ടു. ശിവായ മന്ത്രം ജപിച്ചുകൊണ്ടു പോകുന്ന ഭക്തരുടെ കാൽ പെരുമാറ്റം കേൾക്കുന്നുമുണ്ട്. അരിയാ പൊരുളെ അവിനാശിയപ്പ എന്ന കീർത്തനം ഒഴുകിയെത്തുന്നുണ്ട്. പിന്നെ കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ഭസ്മഗന്ധം. മനസ്സിൽ കാഴ്ചകളും കഥകളും. ശീവേലി തുടങ്ങിക്കഴിഞ്ഞു. ഇത് വിനാശങ്ങൾ അകറ്റാൻ ഭക്തരെത്തുന്ന മണ്ണാണ് അവിനാശി. വിനാശങ്ങളെല്ലാം ഭഗവാന്റെ കരുണയിൽ മാഞ്ഞു പോകുന്ന ഒരു നാട്. ബ്രഹ്മാവ് ശാപം നീങ്ങാൻ 100 വർഷം ഇവിടെയാണത്രേ തപസ് ചെയ്തത്. ഇന്ദ്രശാപം ഏറ്റ ഐരാവതം 12 വർഷം തപസ് ചെയ്തതും ഇവിടെയാണ്. പാർവതി ദേവി ശിവഭഗവാനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ഭഗവാന്റെ വലതുവശത്ത് ചേർന്ന് നിൽക്കാൻ അനുഗ്രഹം തേടിയതും ഈ മണ്ണിലാണ്. കർപ്പൂരം പോലെ എരിയുന്ന മനസ്സിനെ അവിനാശിയപ്പൻ ആശ്വാസത്തിൻ്റെ ഭസ്മം തൊടുവിക്കുന്നു എന്നാണ് വിശ്വാസം. ശ്രീ പരമേശ്വരൻ അവിനാശി ലിംഗേശ്വരൻ എന്നും അവിനാശി അപ്പൻ എന്നും അവിനാശി ഈശ്വർ എന്നെല്ലാം ഇവിടെ അറിയപ്പെടുന്നു. ദേവി പാർവതിയെ കരുണാംബികയായാണ് ഭക്തർ പൂജിക്കുന്നത്. അവിനാശി അപ്പനെ തൊഴുത് ഇടതുവശത്തെ വാതിലിലൂടെ പുറത്തേക്കിറങ്ങി. പുണ്യസ്ഥലങ്ങളിൽ കാശിക്ക് തുല്യമാണ് അവിനാശി എന്നാണ് വിശ്വാസം. ക്ഷേത്ര ഗോപുരം കടന്ന് അകത്തു കയറിയാൽ വലിയ നന്ദിയും കാൽത്തൂണിൽ മുതലവായ്പുള്ള ശില്പവും കാണാം. സ്വർണം പൂശിയ കൊടിമരത്തിലും
മുതലവായി പിള്ള ശില്പം കാണാം. ശ്രീകോവിലിന് വലം വെച്ച് വരുമ്പോൾ ഗരുഡസ്തംഭം കാണാൻ സാധിക്കും. നീലാകാശത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഗോപുരങ്ങൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പതിവാണെങ്കിലും ഗരുഡസ്തംഭം അപൂർവമാണ്. ഇതിന് ഗരുഡ ഹംഭം എന്നാണ് വിളിക്കുന്നത്. ഭഗവാന്റെ വാഹനമായ ഗരുഡൻ വന്നിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ കൂടുകൂട്ടുന്ന ഇടം, അതാണ് ഗരുഡ സ്തംഭം. ഈ സ്തംഭത്തിന് മുകളിലും ഗരുഡൻ വന്നിരിക്കാറുണ്ട്. വൃശ്ചികത്തിലെ കാർത്തികയും പൗർണമിയും ഒന്നിക്കുന്ന ദിവസമാണ് ഇതിൽ തിരി തെളിക്കുന്നത്. അടുത്തതായി ഇവിടെ കാണാൻ സാധിക്കുന്നത് കാശിക്കിണറും മുതലവായി പിള്ളയും. മൂർത്തിയും തീർത്ഥവും സ്ഥലവും ഒരുപോലെ പേരെടുത്താൽ ആ നാടിനെക്കുറിച്ചുള്ള കീർത്തി അതിർത്തി കടന്നും പരക്കും. അതാണ് പതിവ്. ഈ മൂന്നിനും ഇവിടെ പ്രാധാന്യവും ഉണ്ട്. നാടിന് പേര് മൂർത്തിയുടേതാണ്, അവിനാശി. അസുരന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദേവന്മാർ ഭഗവാനെ അഭയം പ്രാപിച്ച ഇടമായതുകൊണ്ട് അഭയസ്ഥലം എന്ന അർത്ഥത്തിൽ തിരുപ്പുക്കൊളിയൂർ എന്നും വിളിക്കുന്നു. മൂർത്തിക്കും സ്ഥലത്തിനും പുറമെ ഇനി തീർത്ഥത്തിൻ്റെ പ്രാധാന്യവും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ പരിചയപ്പെടുത്തലുമായി അടുത്ത വീഡിയോയിൽ കാണാം.